ഹായ്, ഞാൻ അൻസിൽ റഹ്മാൻ. മലയാളത്തിലെ പ്രിയപ്പെട്ട ചാനലായ കൈരളി ചാനലിൽ തുടങ്ങുന്ന ഏറ്റവും പുതിയ സെലിബ്രിറ്റി ഷോയായ നക്ഷത്ര ദീപങ്ങൾ എന്ന പ്രോഗ്രാം സൂപ്പർ റിയാലിറ്റി ഷോയിലേക്ക് ഞാനും ഒരു ടീമുമായിട്ട് എത്തുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കൈരളി വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം. നക്ഷത്രദീപങ്ങളിൽ ഒരു ഓഡിഷൻ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഓഡിഷനിൽ പങ്കെടുക്കുന്നത് മലയാളത്തിലെ സിനിമാ സീരിയൽ രംഗത്തെ ഒരുപാട് നല്ല കലാകാരന്മാരാണ്, കഴിവുള്ള കലാകാരന്മാരാണ് പങ്കെടുക്കുക. അവരിൽ നിന്ന് ഏറ്റവും നല്ല ആൾക്കാർ തന്നെയായിരിക്കും നമ്മുടെ ഈ 12 ടീമുകളിൽ ഉണ്ടാവുക. അപ്പോൾ എനിക്കും നല്ല കലാകാരന്മാരെയും കലാകാരികളെയും കിട്ടും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ഈ ഓഡീഷന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അഭിനയിക്കുക എന്നതിനപ്പുറം നമ്മുടെ മനസ്സിൽ ഉള്ള അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന നമുക്കുള്ള കഴിവുകൾ ഒരുപാടുണ്ട്. വേറെ കഴിവുകൾ, അതായത് പാടാനുള്ളത്, അതുപോലെ ഡാൻസ് ചെയ്യാനുള്ള കഴിവുകൾ. അപ്പോൾ ഈ കഴിവുകളെല്ലാം നമുക്ക് ഒന്ന് മിനുക്കിയെടുക്കുക, അതിനൊന്ന് പോളിഷ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെറുപ്പത്തിലേക്ക് കലാതിലകമായവരും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തവരൊക്കെ നടന്മാരായി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു ടച്ച് വിട്ടു പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ കൈരളി ചാനലിലെ നക്ഷത്രദീപങ്ങളിലൂടെ ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ മലയാള സിനിമാ സീരിയൽ രംഗത്തുള്ള ആർട്ടിസ്റ്റുകൾക്ക് ലഭിച്ചിരിക്കുന്നത്. കലാരംഗത്ത് ആദ്യം വന്ന അഭിനയ രംഗത്തേക്കല്ല, പഠിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് കലാപരിപാടികളിലൊന്നും പങ്കെടുക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ പഠിത്തം ഏകദേശം ഒന്ന് പൂർണ്ണമായതിനു ശേഷമാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങിയത്. ആദ്യം തന്നെ സ്റ്റേജിൽ മിമിക്രി പ്രോഗ്രാംസൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അത് തുടക്കം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല കലാകാരന്മാർ, അതുപോലെ കലാഭവനിലൊക്കെ അന്നിറങ്ങിയിരിക്കുന്ന CD-കളെല്ലാം കണ്ട് അതിനെ അനുകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ ഞങ്ങളൊരു 5-6 കൂട്ടുകാർ സ്റ്റേജിൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത്. ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയുടെ പേര് റെജീന ഭാമി എന്നാണ്. ഞങ്ങളിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു. ശരിക്കും സ്ഥലം കോട്ടയം താഴത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം. ഒരുപാട് സ്വന്തം. കാരണം വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിൽ എൻ്റെ ബാപ്പച്ചി ശരിക്കും എന്താ പറയുക, ഞാൻ ഈ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്, നിങ്ങൾ മിമിക്രിക്ക് പോയാലും എല്ലാം നല്ല രീതിയിലേക്ക് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. കാരണം അതുകൊണ്ട് പിന്നീട് ഈ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നല്ല പ്രോത്സാഹനങ്ങൾ, സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. ബാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഭാഗത്തുനിന്ന്. അതുപോലെ സഹോദരങ്ങൾ, എന്നെക്കാളും നല്ല കലാകാരന്മാരും കലാകാരികളുമൊക്കെയാണ് അവർ. അതുപോലെ എൻ്റെ വൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെജീന നന്നായിട്ട് ചിത്രം വരയ്ക്കും, നല്ലൊരു ആർട്ടിസ്റ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ആ ഒരു പരമായിട്ടുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ കലാകാരനായിട്ട് തന്നെ നിലനിൽക്കുക, ജീവിക്കുക, അതായിരുന്നു ആഗ്രഹം. അതിന് ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പോഴുള്ള കൈരളി ചാനലിലെ നക്ഷത്രദീപങ്ങൾ. ഹോബി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാട്ടുകൾ കേൾക്കാനും അതുപോലെ ഡ്രൈവ് ചെയ്യാനും ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു ഹോബീസ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചിട്ടോ അതിൻ്റെ ഓരോ വിവിധ കാര്യങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ഒരു ഹോബികളൊക്കെ ഉണ്ട്. ഇതെൻ്റെ വളരെ നല്ല സുഹൃത്താണ്, പേര് റിയാസേ. കാരണം ഞങ്ങൾ സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഡാൻസറാണ്, നല്ല കൊറിയോഗ്രാഫറാണ്. ഇതുപോലെ തന്നെ അൻസിലും എനിക്ക് വേണ്ടപ്പെട്ടൊരു ഫ്രണ്ടാണ്. ഒരുപാട് സ്റ്റേജുകൾ, ഖത്തറിൽ, ദുബായ്, ഞാൻ ഒരുപാട് സ്റ്റേജുകൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ അൻസിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടറാണ്. കാരുണ്യത്തിൻ്റെ സാന്ത്വന സ്പർശവുമായി മലയാളത്തിലെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോ നക്ഷത്രദീപങ്ങൾ കൈരളി ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്നു. കാത്തിരിക്കുക.